നമ്മുടെ റോഡുകളൊക്കെ മരണപാതയായി മാറുന്നു. ഇത്തരം റോഡുകൾ കൊല്ലം ജില്ലയിലുണ്ട്. 16 ദിവസങ്ങൾക്കിടെ വാഹനാപകടത്തിൽ കൊല്ലം ജില്ലയിൽ മാത്രം 13 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് വാർത്ത. 25 വാഹനാപകടങ്ങളും ഇതിനകം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. മരിച്ചവരിൽ അധികവും സ്ത്രീകളും യുവാക്കളുമാണ്. ഇന്ന് പുലർച്ചെയും അതിരാവിലെയും മിക്കവാറും ഈ പുലർച്ചെയും അതിരാവിലെയും ഒക്കെയാണ് അപകടങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ പോകുന്നതാകാം, അതല്ലെങ്കിൽ ഓവർ സ്പീഡാകാം, അങ്ങനെ പല കാരണങ്ങളുണ്ട്. 24 എക്സ്ക്ലൂസീവ് വാർത്തയുമായി അരുൺ രാജ് കൊല്ലത്തുനിന്ന് ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കാര്യം ഇത്ര കൂടുതൽ, അതും ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയധികം ആളുകൾ മരിക്കുക, അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറയൂ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഭീതിപ്പെടുത്തുന്ന കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പോലീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചത്. കഴിഞ്ഞ 16 ദിവസത്തിനിടയിൽ കൊല്ലം ജില്ലയിൽ മാത്രം പൊലിഞ്ഞത് 13 ജീവനുകളാണ് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ മരണങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളതും പുലർച്ചെയും അതിരാവിലെയുമാണ്. ഇത് ഉറങ്ങിപ്പോയതാകാം, ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്നാണ് ഈ നിലവിൽ ഉള്ള ഒരു നിഗമനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 30-ലധികം പേർ ഇത്തരത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലും വീടുകളിലുമായി ചികിത്സയിൽ ഇപ്പോൾ തുടർന്നു വരികയാണ്. മരിച്ചവരിൽ യുവാക്കളും അതുപോലെ തന്നെ സ്ത്രീകളുമാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നും വ്യക്തമാക്കുന്നുണ്ട് ഈ കണക്കുകളിൽ. അപകടപാതയായി നേരത്തെ തന്നെ സർക്കാരും റോഡ് സേഫ്റ്റിയും അടക്കം കണ്ടെത്തിയ ചില പാതകളിൽ ഇപ്പോഴും അപകടം തുടർക്കഥയാകുന്നുണ്ട്. ഇവിടങ്ങളിലെ വേഗത നിയന്ത്രണത്തിനുള്ള സംവിധാനം പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കുന്നത്, അതിനപ്പുറം കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. മറ്റൊന്ന്, ഈ അപകടകരമായ രീതിയിൽ താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈനുകളും അതുപോലെ തന്നെ കേബിൾ ലൈനുകളുമാണ്. ഇവയിൽ തട്ടിപ്പോലും കഴിഞ്ഞ 16 ദിവസത്തിനിടയിൽ 4 പേർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. ഈ അപകടം ഉണ്ടാക്കുന്നതിൽ മിനി ലോറികളും അതുപോലെ തന്നെ ലോറികളുമാണ് ഈ അപകടം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും അധികം വാഹനങ്ങൾ എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ടതാണ്, ഈ പുലർച്ചെ ജോലിക്ക് പോകാനടക്കം കാത്തുനിന്നവരുടെ ദേഹത്തേക്ക് മിനി വാഹനങ്ങൾ പാഞ്ഞു കയറുന്നത്. അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഇപ്പോൾ ജില്ലയിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അരുൺ രാജ്. ശ്രീലക്ഷ്മി പറയുന്നു, കൊല്ലം ജില്ലയുടെ മാത്രമല്ല തൃശ്ശൂരിൻ്റെ കഥയും ഇത് തന്നെയാണ്.